അമ്മ 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 ഇവരെന്നെ കൊല്ലുമെന്ന് തോന്നുന്നേ. വരുണേ, എന്നെ രക്ഷിക്കാമേ. അമ്മേ, പാദത്തിൽ ഐസും കഴുത്തിൽ കയറുവാ. ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. അമ്മേ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കാമ്മ. അതിനുശേഷം നീ സംസാരിച്ചാ മതി. എടാ, ആരാടാ നീയൊക്കെ? എന്തിനാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? അവനെ വെറുതെ വിടുന്ന നിനക്ക് നല്ലത്. കിടന്നലക്കല്ലേ മാജി. മകനെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതും ജീവനോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ഭഗവാന്റെ ആഭരണങ്ങൾ ഇവിടേക്ക് എടുത്തുകൊണ്ടുവരണം. എടാ, ആരാടാ നീയൊക്കെ? ഞങ്ങൾ ആരാന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം, അതോ മോനെ ജീവനോട് വേണമെന്നുള്ളതാണോ? ഭഗവാന്റെ ആ ആഭരണങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ മകനെ ജീവനോട് തന്നെ കൊണ്ടുവയ്ക്കോ. വരണേ അമ്മ പ്ലീസ് അമ്മ, ആ ആഭരണങ്ങൾ അങ്ങ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇവരെന്നെ കൊന്നു കളയും. പ്ലീസ് അമ്മേ, ആഭരണങ്ങൾ കൊടുത്തേക്കമ്മേ, അല്ലെങ്കിൽ ഇനി അമ്മയ്ക്ക് അമ്മയുടെ മോനെ കാണാൻ പറ്റില്ല. വരുണേ, താഴെ ഇരിക്കുന്ന ഐസ് അരിഞ്ഞാൽ പിന്നെ തൂക്ക് കയറി മുറുകാൻ തുടങ്ങും. അമ്മ ഇവരെന്നെ നരകം കാണിച്ചോണ്ടിരിക്കുക. പ്ലീസ് അമ്മ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. സമയം പോകും തോറും ആപത്താ. തുമാരാ പാസ് ജോ സോനായെ അതിവിടേക്ക് എടുത്തുകൊണ്ടുവരണം. അതിവിടെ എത്തുന്നത് വരെ ഈ തൂക്ക് കയറി ഇവന്റെ കഴുത്തിൽ ഇതുപോലെ ഉണ്ടാവും. ആ ആഭരണങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നിന്റെ കൈകൊണ്ട് തന്നെ ഈ കുടുക്കൂരി നിന്റെ ഈ സന്താനത്തിനെ കൊണ്ട് പോകാൻ കഴിയും. എന്നെ വിട്ടേക്ക് പ്ലീസ്, എന്നെ വിട്ടേക്ക്. അമ്മ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, പ്ലീസ്. മനുഷ്യര് ചെയ്യുന്ന ഓരോ തെറ്റിനും ശിക്ഷ അനുഭവിച്ചേ മതിയാകും. നിനക്ക് ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എത്രമാത്രം പാപങ്ങൾ ചെയ്തിട്ടാവും. അനുഭവിച്ച് തീർക്ക്. സർദാർ, എടാ എടാ, ഞാൻ പറയുന്നേക്ക്, എന്നെ നഴിച്ചു വിട് പ്ലീസ്, എന്നെ നഴിച്ചു വിട്. അയ്യോ അയ്യോ, വേദനിക്കുന്നു. ഒരു മിനിറ്റ്, അയ്യോ, നോക്കിക്കൂടായിരുന്നു. അതിനകത്ത് തേളുണ്ടെന്ന് എനിക്കിന്ന് നേരത്തെ അറിയാൻ തോന്നുമല്ലോ. അയ്യോ, എനിക്ക് വേദന സഹിക്കാൻ വയ്യേ. വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ടാബ്ലറ്റ്സ് കൊടുത്തേക്കില്ലായിരുന്നോ? അതൊക്കെ ഞാൻ ചെയ്തതാ, പക്ഷെ ടാബ്ലറ്റ്സ് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ടാബ്ലറ്റ്സ് ഇഷ്ടമല്ല പോലും. അയ്യോ, ഇതപ്പൊ നന്നായി. ടാബ്ലറ്റ് കഴിക്കായിരുന്നു. വേദന എങ്ങനെ കുറയാ? ഊർമിളയുടെ ഈ വേദന പോകാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? അതെനിക്കറിയാം അച്ഛാ, നെറ്റിൽ കണ്ടതാ. കറണ്ട് ഷോക്ക് അടിച്ചാ വേദന പോകുന്നാ പറയുന്നത്. അമ്മേ, അപ്പൊ വേദനയല്ലേ പോവാ, ഞാനും അങ്ങ് പോവാ. വൈദേഹി, 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 മോളെ വൈദേഹി. ശാന്തി, അമ്മ, എന്റെ വൈദേഹി എവിടെയാ? ശാന്തി, എന്ത് പറ്റി മോളെ? എന്റെ മോള് വൈദേഹി എവിടെയാണെന്നൊന്ന് പറയൂ വല്യേട്ട. അമ്മ, വൈദേഹി എവിടെയാണെന്നൊന്ന് പറയമ്മ. വൈദേഹിക്കൊന്നും സംഭവിച്ചിട്ടില്ല ശാന്തി, പേടിക്കാതിരിക്കെ. അല്ല ഏട്ടത്തി, ഞാൻ കണ്ടതായിരുന്നു. എന്റെ കൺമുന്നിൽ വെച്ച വൈദേഹിയെ കുത്തിക്കൊന്നത്. എന്റെ വൈദേഹിയെ കുത്തിക്കൊന്നത് ഞാൻ കണ്ടതാ. എന്റെ ശാന്തി, നിന്നോടല്ലേ ഇല്ലെന്ന് പറഞ്ഞത്. അതിരിക്കട്ടെ, ഇപ്പൊ നീ ഞങ്ങൾ എന്താ വിളിച്ചത്? ഇവളെ ഏട്ടത്തിന്ന് വിളിച്ചോ? കൗസല്യേ, നിന്നെ അവളെ ഏട്ടത്തിയാന്ന് തിരിച്ചറിഞ്ഞു. ദാസ, നീ കേട്ടില്ലേ? അവൾ വൈകിട്ടാന്ന് നിന്നെ വിളിച്ച്, എന്നെ അമ്മയെന്നും വിളിച്ചു. അതെ കൗസല്യേ, അപ്പോ അവള് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. വൈദേഹി വേഗം വിളിക്കേ. എന്റെ വൈദേഹി. അയ്യോ ശാന്തി, ശാന്തി, കുഞ്ഞിനെ ഇത്തിരി വെള്ളം എടുക്ക. മോളെ ശാന്തമേ, ശാന്തമേ, ശാന്തി, മോളെ ശാന്തമേ, ശാന്തമേ, ശാന്തേ, ശാന്തി, നോക്ക് മോളെ. കൗസല്യേ, വെള്ളം വേഗം കൊണ്ടുവാ.
ഇവരെല്ലാരെയും തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പൊ വൈശാലിയെ കൊന്ന വരുണിനെ ഇവര് കണ്ടുപിടിക്കുമെന്നാ തോന്നുന്നത്. ഇവരെയും കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള സത്യം ഇവര് പറയുവോ? ശാന്തി, ശാന്തമ്മേ, എന്ത് പറ്റിയടാ ദാസ? നമ്മളെ തിരിച്ചറിഞ്ഞതിന് സന്തോഷിക്കണോ, ബോധം പോയതോർത്ത് വിഷമിക്കണോന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ. ശാന്തി, ഇങ്ങോട്ട് നോക്കും മോളെ, ഒന്ന് സംസാരിക്ക. ശാന്തമ്മേ, മോളെ ശാന്തമ്മേ. അമ്മായിക്ക് ഒന്നും സംഭവിക്കില്ല അച്ഛാ. വൈശാലിയെ ആരോ കുത്തിക്കൊല്ലുന്നത് കണ്ടതല്ലേ? അത് ഓർമ്മയിൽ തെളിയുമ്പോഴെല്ലാം വൈദേഹി മരിച്ചെന്നായിരിക്കും തോന്നുന്നത്. ആ ഷോക്കിൽ ബോധം കെട്ട് പോയതായിരിക്കും. ശരിയാണ് മോനെ, എന്നാലും ഇത് ഡോക്ടറെ ഒന്ന് അറിയിക്കണമല്ലോ. ആ പ്രകൃതി വൈദ്യശാലയിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. ഊർമിളെ ആ ഫോണിങ് തന്നെ. ശാന്തമ്മേ, ശാന്തി, മോളെ ശാന്തമ്മേ. ശാന്തി. ഹലോ, ഞാൻ ഇന്ദുമതിയാ സംസാരിക്കുന്നത്. പറഞ്ഞോളൂ മാഡം. താങ്കളുടെ ചികിത്സ എന്റെ മൂക്ക് ശരിക്കും ഫലിച്ചു. ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരെയും അവള് തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും വീണ്ടും ബോധം കെട്ടു. ആണോ? അതെ, അവളുടെ കൺമുന്നിൽ വെച്ചല്ലേ സ്വന്തം മോളുടെ മുഖമുള്ള മറ്റൊരു പെൺകുട്ടി ആരോ കുത്തിക്കൊന്നത്. അത് സ്വന്തം മോളാന്ന് കരുതി ആ ഓർമ്മ വരുമ്പോഴെല്ലാം അവള് ബോധം കെട്ട് വീഴുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവർക്ക് പൂർണ്ണമായും ഭേദമാകാൻ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. പക്ഷെ മോള് ജീവനോടെ ഉണ്ടെങ്കിലും ആ സത്യം അവൾക്ക് അറിയില്ലല്ലോ. ആ പേടിയിൽ നിന്ന് അവളെ എങ്ങനെ രക്ഷിക്കുക? എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? എല്ലാം ശരിയായിക്കോളും. ആദ്യം അവരുടെ മകളെ അവരുടെ കൺമുന്നിൽ കൊണ്ടുപോയി നിർത്ത്. മോളെ ഒന്ന് കാണിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവരെ വൈദ്യശാലയിലേക്ക് കൊണ്ടുപോര്. ചികിത്സകളൊക്കെ പെട്ടെന്ന് തുടങ്ങണം. ആയിക്കോട്ടെ വൈദ്യരെ, എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം. അമ്മേ, അദ്ദേഹം എന്താ പറഞ്ഞത്? ശാന്തിക്ക് ബോധം തെളിഞ്ഞതും വൈദേഹിയെ കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉടനെ വൈദ്യശാലയിലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. എന്നാ ഉടനെ ദേവന് ഫോൺ ചെയ്യാമേ. വൈദേഹിയും കുട്ടി പെട്ടെന്ന് വരാൻ പറയും. ആ ശരി കൗസല്യേ. ഇവരുടെ അസുഖം ഭേദമായ വരുണിന്റെ ഗതി അധോഗതി. വരുൺ പിടിക്കപ്പെട്ട ഞാനും പിടിക്കപ്പെടും. വരുൺ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലായിരുന്നെങ്കിൽ കൊന്നത് വരുണാണെന്ന് ബോധം പോകും മുമ്പേ അവര് പറഞ്ഞേനെ. ഇതെങ്ങനെയെങ്കിലും വരുണിനെ അറിയിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ദേവിട്ടാ, എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഈ സ്വീറ്റ് കഴിച്ചേ. ഇതെന്താ സ്പെഷ്യല്? മരുമോൻ വീട്ടിലേക്ക് വന്നതല്ലേ, അത് തന്നെ സ്പെഷ്യൽ. വേറെന്തോ ഒരു സന്തോഷം കൂടെ അതിന്റെ പുറകിലുണ്ടല്ലോ. സന്തോഷം തന്നെയാ ദേവേട്ടാ. ഇങ്ങനെ ഒരു ദിവസം ഇത്രയും പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എപ്പോ എന്ത് സംഭവിക്കുന്നറിയാതെ ഓരോ ക്ഷണവും പേടിച്ചല്ലേ ജീവിച്ചത്. ഇന്ന് ദേവേട്ടൻ കാരണം ആ പേടിയെല്ലാം മാറിക്കിട്ടി. ഇനി നമ്മുടെ കുഞ്ഞിന് ഒരാപത്തുണ്ടാവില്ല. ഭഗവാന്റെ ആഭരണങ്ങൾ കിട്ടിയ ശിവപാർവതി പൂജ നടത്തണം. അതോടെ ശാപം വിലകി പോവല്ലോ. അതിനുശേഷം നമ്മുടെ കുഞ്ഞിന് ഒരാപത്തുണ്ടാവില്ല ദേവേട്ടാ. ആ ശിവപാർവതിമാര് തന്നെ നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചോളും. ഇനി ഒരു പ്രശ്നം കൂടി തീർന്നാ മതി. എന്റെ അമ്മ. നമ്മുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുമ്പോഴേക്കും അമ്മയുടെ അസുഖവും മാറിക്കിട്ടണം. അതൊക്കെ ശരിയാവും വൈദേഹി. എത്രയും പെട്ടെന്ന് അമ്മായിയുടെ അസുഖമൊക്കെ മാറി നല്ല മിടുക്കിയാവും. ഇത് വീട്ടിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. ഹലോ ഇന്ദു. മോനെ ദേവാ, പറയുന്നു. നീയും വൈദേഹി എത്രയും പെട്ടെന്ന് അവിടുന്ന് വീട്ടിലേക്ക് വരണം മോനെ. എന്തു പറ്റി ഇന്ദു? എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഇന്ദുവിനെന്താ ഒരു പരിഭ്രാന്തി? എന്താ കാര്യം? പേടിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലടാ. ശാന്തി എന്നെ അമ്മയെന്ന് വിളിച്ചടാ. നിന്റെ അച്ഛനെ അവള് തിരിച്ചറിഞ്ഞു. വൺ സെക്കൻഡ് ഇന്ദു, ഒന്നുകൂടി ഒന്ന് പറയാവോ? ശാന്തി അച്ഛനെ വലിയേട്ടാന്ന് വിളിച്ചടാ. സത്യാണോ ഇന്ദുമ്മേ? അതെ വൈദേഹി മോളെ. ദേവേട്ടാ, അപ്പൊ അമ്മയുടെ അസുഖം മാറി. ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ അമ്മയുടെ അസുഖം കൂടി മാറിയാ മതിയെന്ന്. അതും ഇപ്പൊ ശരിയായി. എല്ലാം നല്ല നിമിത്തങ്ങളാ. ഇനി നമ്മുടെ വിഷമങ്ങളെല്ലാം അവസാനിച്ചോളും. അവസാനിച്ചതുപോലെ തന്നെയാ മോളെ. പക്ഷേ എന്തു പറ്റി ഇന്ദുമ്മേ? ഞങ്ങളെ എല്ലാരെയും അവള് തിരിച്ചറിഞ്ഞെങ്കിലും അന്ന് കൺമുന്നേ വെച്ച് വൈദേഹിയെ കുത്തിയത് അവൾക്ക് ഓർമ്മ വന്നു. വൈദേഹിയെ കൊന്നു എന്ന് പറഞ്ഞ് വീണ്ടും അവള് ബോധം കെട്ട് വീണു. അതെയോ? അതേ മോളെ. വീണ്ടും ബോധം തെളിയുമ്പോഴും എന്റെ വൈദേഹിയെ കൊന്നു കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് വീണ്ടും മയങ്ങി ബോധം പോവും.
അമ്മേ, അവരെയാണോ വിളിക്കുന്നത്? അതേ മോനെ, ദേ അവരോടാ സംസാരിക്കുന്നത്. എന്നാ അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. മോളെ കണ്ടാലല്ലാതെ മോള് ജീവനോടെ ഉണ്ടെന്ന് അവള് വിശ്വസിക്കില്ല. വൈദേഹിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് അറിഞ്ഞാലേ അവളുടെ മനസ്സ് ശാന്താകും. അതിനുശേഷം അവളെ പ്രകൃതി വൈദ്യശാലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അല്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് അവളുടെ ജീവന് തന്നെ അപകടമാണെന്നാ പറഞ്ഞേ. ഒന്നും ഉണ്ടാവില്ല അച്ഛാ, ഞങ്ങൾ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരാം. ആയിക്കോട്ടെ മോളെ, പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങിയച്ചാ. അമ്മേ, അച്ഛാ, അച്ഛാ. ഞാനിവിടെ ഉണ്ട് മോളെ. അച്ഛാ, അച്ഛാ, ഞങ്ങൾക്ക് ഉടനെ വീട്ടിലേക്ക് പോണം. അതെന്തിനാ മോളെ? എന്ത് പറ്റി മോളെ? എന്തിനാ ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് പോണെന്ന് പറയുന്നേ? 3 ദിവസം ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? അത് ശരിയാ, പക്ഷേ അവിടെ അമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയെന്ന്. എല്ലാവരെയും തിരിച്ചറിഞ്ഞു എന്നാ പറഞ്ഞത്. അത് ശരി. എന്റെ ശ്രേയമോള് പെരുവഴി ആധാരമായി നടക്കുമ്പോ നീ അമ്മയും ഭർത്താവുമായി സന്തോഷമായിട്ട് ജീവിക്കുന്നോ? വിടില്ല ഞാൻ. ശരിയായെന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ പ്രശ്നം? 3 ദിവസം കഴിഞ്ഞാലേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അങ്ങനെയല്ല കാര്യങ്ങള്. വൈദേഹിയെ കാണാത്തോണ്ട് അമ്മായി അവിടെ വലിയ വിഷമത്തിലാ. അവക്കെന്തോ പറ്റിയെന്ന് പേടിക്കത്രേ. എത്രയും പെട്ടെന്ന് ഇവിടെ അമ്മായിയുടെ അടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകുന്ന അച്ഛൻ പറഞ്ഞേ. അത് ചിലപ്പോ ജീവന് വരെ അപകടം ഉണ്ടാക്കും. ആണോ മോനെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പൊയ്ക്കോ. അതെങ്ങനെ പോകാൻ പറ്റുന്ന? ഇപ്പൊ ഇവള് പോയാ പിന്നെ വശത്തിന് കൈ കിട്ടിയെന്ന് വരില്ല. ഇവളുടെ ഗർഭം കലക്കിയിട്ടേ ഇവളെ ഇവിടുന്ന് വിടാൻ പാടുള്ളൂ. അല്ല, എങ്ങനെയാ പോകുന്നേ? 3 ദിവസം ഇവിടെ തങ്ങാതെ പോകുന്നതും അനിഷ്ടാ. എന്താ സുലേഖേ, നിനക്കൊന്നും അറിയില്ലേ? എങ്ങനെയാ നീ പോവാന്ന് പറഞ്ഞേ? എന്താ അരിഷ്ടം അമ്മേ? അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാകും. പക്ഷെ വൈദേഹി ഇപ്പൊ പോകാതിരുന്ന അവളുടെ അമ്മയുടെ ജീവന് തന്നെ ആപത്തല്ലേ? നിങ്ങൾ പൊയ്ക്കോ മക്കളെ. ശരി അച്ഛാ. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. എന്നാ ശരി മോളെ, സൂക്ഷിച്ചു പോണേ, കേട്ടല്ലോ? എന്തു പറ്റി അച്ഛമ്മേ? ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ എന്തിനാ അച്ഛമ്മ ഇങ്ങനെ പേടിക്കുന്നേ? വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. എന്റെ പ്രസവ സമയത്ത് കൂടെ ഉണ്ടാവുമെന്ന് അച്ഛമ്മ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ. പക്ഷെ അത് മാസം തികഞ്ഞിട്ട് മതി കേട്ടോ. അതല്ലേ നല്ലത്. പോയിട്ട് വരട്ടെ. ഡേവിഡ് വാ, പോവാ. അവക്ക് കാര്യം പിടികിട്ടിയോ? അപ്പൊ ഊർമിളയോട് സംസാരിച്ചതെല്ലാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ തേളിന്റെ അടുത്തുനിന്ന് അവള് രക്ഷപ്പെട്ടത്. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ അവള് പോവാ. പക്ഷേ ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടടി. നിന്നെ സന്തോഷിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ വരണിത് എവിടെ പോയി കിടക്കുക? അമ്മയെ ചെന്ന് കണ്ടിട്ട് അരമണിക്കൂറിൽ വരാന്ന് പറഞ്ഞതാ. പിന്നെ ആളുടെ അഡ്രസ് ഇല്ല. ഇനി അവൻ ജീവനോടുണ്ടോ ചത്തോ? ഇവിടെ എല്ലാം തകിടം മറിയ. ഇങ്ങനെ പോയാൽ നിന്റെ കളി വെളിച്ചത്താവൂന്നാ തോന്നുന്ന വരണേ. ശാന്താദേവിനെ കൊല്ലാൻ നോക്കിയിട്ട് ഒടുവിൽ അവളെ ഭ്രാന്തിയാക്കി വെറുതെ വിട്ടതാ തെറ്റായത്. ഇനി അവരെങ്ങാനും എഴുന്നേറ്റ് വന്ന് വൈശാലിയെ കൊന്നത് നീയാണെന്ന് പറഞ്ഞാ കഴിഞ്ഞുവല്ല. അതോടെ തീരും നിന്റെ കഥ. ഓ, എങ്ങനെയെങ്കിലും അവനെ ഇതിന്ന് രക്ഷപ്പെടുത്തണം. എന്നാ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും കൂട്ടുകള്ളനായിട്ട് അവനുണ്ടാവൂ. ഇനിയിപ്പൊ അവനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ ഇവൻ പിടിക്കപ്പെട്ട ഞാനും കൂടെ അല്ലേ പിടിക്കപ്പെടുക? എന്നെ പെടുത്തിയിട്ടേ ഇവൻ പോവും തോന്നുന്നുള്ളൂ. ഓ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ശാന്താദേവിയുടെ വായടപ്പിച്ചാലേ രക്ഷയുള്ളൂ. പക്ഷെ അതിനെന്താ ചെയ്യണ്ടേ?
വരുൺ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാന്നല്ലേ പറഞ്ഞ? ഒന്ന് അവിടേക്ക് വിളിച്ചു നോക്കിയാലോ? ഊർമിള എന്തിനാ എന്നെ വിളിക്കുന്നു? ഹലോ ഹലോ ആന്റി. ആന്റി ഇപ്പൊ എവിടാ? വരുൺ എവിടെ പോയിരിക്കുക? വരുൺ എവിടെയാന്നോ? അവൻ എവിടെ ആന്റി? ഇവിടെ അവന്റെ എല്ലാ കള്ളിയും വെളിച്ചത്താവുന്ന അവസ്ഥയാ. ശാന്താദേവിയുടെ അസുഖമൊക്കെ മാറിയെന്നാ തോന്നുന്ന. അവരിപ്പോ പതുക്കെ പതുക്കെ എല്ലാരും തിരിച്ചറിയാൻ തുടങ്ങി. ചെക്കപ്പിന് വേണ്ടി ഇപ്പൊ പ്രകൃതി വൈദ്യശാലയിലേക്ക് കൊണ്ടുപോയിരിക്കുക. അവരുടെ അസുഖം എല്ലാം മാറി വൈശാലിയെ കൊന്നതും ശാന്തി ചെറിയമ്മയെ കൊല്ലാൻ നോക്കിയതും വരുണാണെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. അതോടെ അവന്റെ കഥ കഴിഞ്ഞത് തന്നെ. ഇപ്പോഴും അവന്റെ അവസ്ഥ അതൊക്കെ തന്നെയാ. അവിടെ നിന്ന് പുറത്തു ചാടിയാലും അവന്റെ അവസ്ഥ അത് തന്നെയാണെങ്കിൽ എന്താ ചെയ്യാ? അവന്റെ കള്ളി വെളിച്ചത്താവാതിരിക്കാൻ ശാന്താദേവിയുടെ വായടപ്പിക്കലേ വഴിയുള്ളൂ. എന്തെങ്കിലും ചെയ്യണം ആന്റി. വരുൺ എവിടെ പോയിരിക്കുകയാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ആന്റിയോട് വല്ലതും പറഞ്ഞായിരുന്നോ? സത്യം പറഞ്ഞോ, വരുണിനെ അവരെന്തിനാ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോ ദൈവത്തിന്റെ ആഭരണങ്ങളെക്കുറിച്ചും പരമ്പരാഗത സ്വത്തിനെക്കുറിച്ചും എല്ലാം പറയേണ്ടി വരും. ഇപ്പൊ ഒന്നും പറയണ്ട. എന്താ ആന്റി ഒന്നും മിണ്ടാത്തെ? ആന്റിയുടെ അടുത്തേക്കാന്ന് പറഞ്ഞ എവിടുന്ന് പോയത്? വന്നില്ലേ അവൻ? വന്നില്ലല്ലോ മോളെ. പിന്നെ എവിടെ പോയതായിരിക്കും? അതിന് എന്റെ അടുത്ത് ഒരു ഉത്തരവും ഇല്ല. അവൻ എവിടെയാണെന്ന് നിനക്കും അറിയില്ല, എന്നോടും പറഞ്ഞിട്ടില്ല. അപ്പോ എന്തോ അപകടം പറ്റിയെന്നല്ലേ അർത്ഥം? അവൻ കാരണം മറ്റാർക്കും അപകടം ഉണ്ടാവാതിരുന്നാ മതി. അവനെ ആരപകടപ്പെടുത്താനാ? കഷ്ടകാലം കൂടെയുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം മോളെ. നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഞാൻ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്നുവെച്ചാ അവനെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ അർത്ഥം? ശരി, അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ മാനേജ് ചെയ്യ്. അപ്പോഴേക്കും വരുൺ എവിടെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ ആന്റി. ഇനിയിപ്പോ എന്റെ മോനെക്കുറിച്ച് ശാന്താദേവി എന്തു തന്നെ പറഞ്ഞാലും അവൻ ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടണ്ടേ? അതിനുള്ള വഴി എന്താണെന്ന് ആദ്യം നോക്കണം. ശാന്തിയുടെ കാര്യമൊക്കെ പിന്നീട് ആലോചിക്കാം. എന്റെ വൈദേഹിയെ കൊന്നു കളഞ്ഞു. കത്തി കൊണ്ട് കുത്തിയെ കൊന്ന് എന്റെ കൺമുന്നിൽ വെച്ച് അവളെ കുത്തിയെ. ഒന്നും പറ്റിയിട്ടില്ല എന്റെ മോളെ. വൈദേഹി ഞാൻ പറയുന്നത് പേടിക്കാതിരിക്കെ. എന്റെ വൈദേഹി അവളെ കുത്തി. പറയുന്നത് കേൾക്കതേ ഇപ്പൊ വരും. ഇല്ലമ്മേ, എന്റെ കൺമുന്നിൽ വെച്ച കൊന്നു കളഞ്ഞത്. ഇല്ല മോളെ. എന്റെ വൈദേഹിയെ കുത്തി കൊന്നു. ഇപ്പോഴും കൊന്നൂന്ന് തന്നെയാണല്ലോ അവര് പറയുന്ന. പക്ഷെ അത് വരുണാണെന്ന് അവര് പറയുന്നില്ലല്ലോ. വരുണിനെ നേരിട്ട് കണ്ട ചിലപ്പോ തിരിച്ചറിഞ്ഞേക്കും. തൽക്കാലം അവൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. ശാന്തി, വൈദേഹി, നീ പറയുന്നത് കേക്ക്. ആദ്യം നീ മരുന്നൊന്ന് കുടിക്ക. എനിക്ക് ഒരു മരുന്നും വേണ്ട. എനിക്ക് എന്റെ വൈദേഹിയെ വേണം. എനിക്ക് എന്റെ വൈദേഹി വേണം. വൈദേഹി ഇപ്പൊ എവിടെയാ? വൈദേഹി എവിടെയാ? എന്റെ വൈദേഹി എനിക്ക് കാണിച്ചതാ. എന്റെ വൈദേഹി കൊന്നു കളഞ്ഞു. എന്റെ വൈദേഹി കൊന്നു കളഞ്ഞു എടുത്തി. എനിക്ക് വൈദേഹി കാണണം. അമ്മേ, ദൈവം വന്നോണ്ടിരിക്കാന്നല്ലേ പറഞ്ഞേ? എന്താ അവര് താമസിക്കുന്നത്? അവരിപ്പോ വരും ദാസ. വൈദേഹി വരും എനിക്ക് ശാന്തി. വൈദേഹി കാണണം. വൈദ്യം ദേവിന് എത്തി മോളെ. അമ്മേ, വൈദേഹി, വൈദേഹി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എന്റെ മോളെ അവരൊന്നും ചെയ്തില്ലല്ലോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അവൻ നല്ലവനല്ല മോളെ. അവൻ നിന്നെ കൊല്ലും, കത്തി കൊണ്ട് കുത്തി കൊല്ലും. മോളെ വൈദേഹി, അമ്മേ, വൈദേഹി. എനിക്കൊന്നും പറ്റിയിട്ടില്ല. നോക്കി, എനിക്ക് ഒരു കുഴപ്പമില്ല. അവൻ കൊന്നു കളഞ്ഞത് എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന വൈശാലിയാണ്. അത് ഞാനാണെന്ന് കരുതി അമ്മ പേടിച്ചു പോയി. എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മേ. സത്യം പറ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അതെ ശാന്തി, വൈദേഹിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതോർത്ത് നീ പേടിക്കണ്ട. വൈദേഹി, അമ്മയോട് ഈ മരുന്ന് കുടിക്കാൻ പറ. ദേവേട്ടൻ എന്റെ കൂടെ തന്നെ ഇല്ലേ അമ്മേ? ദേവേട്ടനുള്ളപ്പോ എനിക്കൊന്നും പറ്റില്ല. അമ്മ ഈ മരുന്ന് കുടിച്ചേ. കുടിക്കും മോളെ. അതിങ്ങത്താ ശാന്തി. ദേവാ, എന്റെ മോർണിംഗ് വന്നേ. അമ്മായി,
വൈദേഹി നല്ലോണം നോക്കണേ മോനെ. അവൻ നല്ലവനല്ല ദേവ. വൈദേഹി അവനെ അപകടപ്പെടുത്തും. എന്റെ വൈദേഹിക്കൊന്നും പറ്റാതെ നോക്കിക്കോണേ. അവക്കൊന്നും പറ്റില്ല അമ്മായി. ഞാൻ അവളെ പൊന്നുപോലെ നോക്കാം. അന്ന് നടന്ന ആ ദാരുണ സംഭവം ഒരു ദുസ്വപ്നം പോലെ ഇപ്പോഴും എന്റെ മോളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ചികിത്സ പൂർത്തിയായാലേ എന്റെ മോളെ ഈ പേടി വിട്ടകലെയുള്ളൂ. ശരിയാണമ്മേ. വൈദ്യര് പറഞ്ഞതുപോലെ ഇനി താമസിയാതെ നമുക്ക് അവളെ വൈദ്യശാലയിലേക്ക് കൊണ്ടുപോകാം. അവിടെ ചെന്നാലേ അസുഖം പൂർണ്ണമായി ഭേദാകൂ. ഇതെല്ലാം ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലി പിറക്കാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാ. എന്നാ പിന്നെ ഇനി താമസിപ്പിക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ അങ്ങ് കൊണ്ടുപോവാം. ശരിയാണ് അച്ഛൻ, നമുക്ക് കൊണ്ടുപോവാം. ഞാനും കൂടെ വരാം. നീ എവിടേക്കാ മോളെ? ഈ അവസ്ഥയിൽ നീ യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല മോളെ. സാരല്ലേ എന്തുമേ, ഈ അവസ്ഥയിലല്ലേ